അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു, ലിപ് ബാമൊക്കെ ഇട്ട് പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെ സുന്ദരിയായിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ കുറച്ച് ജോലിയൊക്കെ ഒതുക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുക്കാമെന്ന് പെട്ടെന്ന് തോന്നിയത്. അപ്പം നമ്മുടെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ പാത്രം എല്ലാം കഴുകി നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ചോറ് കൊണ്ടുള്ള പാത്രമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് അയലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കുഞ്ഞ് മത്തി കൂട്ടുന്നതുകൊണ്ട്, മത്തിയല്ല കേട്ടോ, ചാളയുടെ ചെറുതുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എന്തുകൊണ്ടെന്ന് ഒരു ദിവസം പീര വെച്ചപ്പോൾ ഇഷ്ടമായി. അതിനുശേഷം 2 ദിവസം കൊണ്ട് നല്ലതായിട്ട് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ 3-4 ദിവസം കൊണ്ട് അടുപ്പിച്ച് മേടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു 3-4 ദിവസം അടുപ്പിച്ച് മേടിക്കല്ലേ, എനിക്ക് ചിലപ്പോൾ മടുത്തു പോകുന്നു. പിന്നെ അതൊക്കെ ഞാൻ തന്നെ വെട്ടി കേട്ടോ. ചേട്ടൻ ഇപ്പോഴത്തെ വർഷമായി പോയി. പിന്നെ അപ്പുറത്തെ ചേച്ചിയുടെ മാങ്ങ മേടിച്ചിട്ടു പീര വെക്കാമെന്ന് വെച്ചു. കറി വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പീര വെക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് അങ്ങനെ പീര വയ്ക്കാത്താ പോകുന്നത്. ഇനി എപ്പോഴാണ് മടുക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിലും സവാളയും പച്ചമുളകും തക്കാളിയും മാങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അങ്ങ് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ചട്ടി പൊട്ടിയിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. ഒരു ചട്ടി ഉണ്ട്, അതിനകത്ത് പിന്നെ അയലക്കറി ഇരിക്കുന്നതുകൊണ്ട് തോരൻ പിന്നെ ഇരുമ്പേട്ടി തന്നെയാണ് വെക്കുന്നത്. ചേട്ടനത് പറഞ്ഞ് 2 ദിവസം കൊണ്ട് ചട്ടി വാങ്ങിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പീരയ്ക്ക് അങ്ങ് വെച്ചു. പിന്നെ മീനെല്ലാം വെട്ടി പിന്നെ 2-3 വർക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മകൾ വന്ന് മാങ്ങ നിന്നുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം നമ്മൾ മാങ്ങയ്ക്കകത്തോട്ട് മാങ്ങയല്ല മുളക് പൊടി ഉപ്പും എണ്ണയും കൂടി വെച്ച് ചാരിച്ച് വെച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു മാങ്ങ ഇങ്ങനെ മുക്കി തിന്നാനായിട്ട്. കുറേ നാളായി ഇങ്ങനെ മാങ്ങ തിന്നിട്ട്. ചിലപ്പോൾ ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല കേട്ടോ. ഇതിപ്പം കുറേ നാളുകൂടി ചേച്ചി ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചേച്ചി തന്നു. അപ്പം നമ്മൾ പീരയ്ക്ക് ഇട്ടിട്ട് കുറച്ച് ചമ്മന്തിക്ക് ഞാൻ മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി മാങ്ങ വെച്ചാൽ ചമ്മന്തി വെച്ചിട്ടേ. അങ്ങനെ അതിനും മാറ്റി വെച്ച്. അത് വെച്ചപ്പോഴാണ് ഞാൻ മോളടുത്ത് ഐഡിയ ആയിട്ട് പറഞ്ഞത്, മോളെ നമുക്ക് തോരനും ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഒരു ഇല വാട്ടി. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കുറേ ദിവസം കൊണ്ട് പറയുന്നു നമുക്ക് ഇലയിൽ പൊതിഞ്ഞ് ചോറ് കഴിച്ചാലോ. പിന്നെ അതിന് മെനക്കേടായതുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെടാതിരുന്നപ്പം അപ്പോൾ ഇന്നെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ചമ്മന്തിക്ക് മാങ്ങയും കൂടെ ആയപ്പോൾ സൂപ്പർ ടേസ്റ്റില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ഇല വാട്ടി പൊതിഞ്ഞ് വെച്ച് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് മൊത്തവും കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളുകൂടി കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറിയൊക്കെ റെഡിയായി. പിന്നെ കടുവറുത്തൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3-4 വറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോന് ഈ കുഞ്ഞു ചാളയോട് താല്പര്യമില്ല, ചേട്ടനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ചേട്ടൻ അതിലെ കുറച്ചേക്ക് ഉണ്ട്. അപ്പം എനിക്കും മോക്കും വേണ്ടി മാത്രമാണ് ഈ കുഞ്ഞ് ചാള പൊരിച്ചത്. അപ്പോൾ തലേന്നത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് തന്നെ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് വെള്ളം തിളപ്പിക്കാനായിട്ടൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തി അരച്ചു, മീൻ വറുത്ത് വെച്ചു. ഇനി നമ്മൾ ഇല വാട്ടി ഒന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം. നമ്മുടെ ചോറും ഒക്കെ വേവിച്ച് വെച്ചു. അങ്ങനെ കറികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയും മുട്ടയും കൂടെ വേണ്ടേ നമ്മൾ ഇല പൊതിഞ്ഞ് വെക്കുമ്പോഴേ. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം വറുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അതൊക്കെ വറുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചന്ദനത്തിരിയും കത്തിച്ച് വെച്ചു കേട്ടോ. ഒരു മീനിൻ്റെ മണം പോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ മോള് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പൊതിയാനായിട്ട് നിന്നത്. അപ്പം എന്താ ഇല ഇങ്ങനെ വാട്ടുവാണ് കേട്ടോ. അപ്പം ഞാൻ ഇല എപ്പോഴും നമ്മൾ അടുപ്പിൽ വാട്ടുന്നതാണ് നല്ലത്. അടുപ്പിൻ്റെ പുകയുടെ ഒരു മണവും അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നല്ലത്. പിന്നെ ഞാൻ ഗ്യാസിൽ നമ്മൾ ഇലയൊക്കെ ഒന്ന് വാട്ടി 2 പേർക്കും ചോറിട്ട് വെച്ചു, ചമ്മന്തി വെച്ചു. പിന്നെ നമ്മൾ മീൻ വറുത്തതും കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മണം കിട്ടാൻ വേണ്ടി. അങ്ങനെ അതും ഒക്കെ നിർത്തി വെച്ച് നമ്മൾ ഉള്ള കറികൾ വെച്ച് എന്താ പറയുന്നത് ഒരു പൊതിച്ചോറ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ. ഒരു രസം എപ്പോഴും ഒരെണ്ണം കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മുട്ട വറുത്തത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെ മീൻ പീരയും പിന്നെ കുറച്ച് സലാഡ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തൈരിൻ്റെ സലാഡ്. അവൾക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ഞാൻ കുറച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ പൊതിഞ്ഞ് വെക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അച്ചാറില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ അച്ചാറിൻ്റെ പാട്ടൊക്കെ ഒഴിഞ്ഞു. പിന്നെ ഇതിലെല്ലാം ഒന്ന് പൊതിഞ്ഞിട്ട് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ 10 മിനിറ്റ് ഞാൻ പോയി കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോളോടൊരു നീ കൂടെ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ പറഞ്ഞ് എന്നാ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ താഴെ ഇരുന്നില്ല, അവൾ പിന്നെ മുകളിൽ മേശയുടെ പുറത്തിരുന്ന് കഴിക്കുമായിരുന്നു, തറയിരിക്കാൻ വയ്യാന്ന് വെച്ചിട്ടേ. അപ്പോൾ ചോറ് തുറന്നപ്പോൾ തോനിയും ചോറാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവൾ കഴിച്ചു. അപ്പോൾ പറയുവാണ് ഇനി കോളേജിൽ പോകുമ്പോൾ എനിക്ക് എന്നും പൊതിച്ചോറ് മതിയെന്ന്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ നല്ല ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേ നല്ല ടേസ്റ്റ്. അവളങ്ങനെ ചോറ് കഴിക്കാത്ത ആളാണ്, അപ്പം ഒന്ന് നല്ലോണം കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഇന്നത്തെ ഇലയിൽ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ ഇന്ന് ചോറ് ആസ്വദിച്ചൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറേ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ പോയി തലയെ കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രേ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കേ ബൈ.